ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ രാവിലെ 5:30 സുബിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവുകയാണ്. എത്ര മോശപ്പെട്ട ദിവസങ്ങളാണെങ്കിലും സുബിസ്കരിച്ച് കണ്ടിട്ട് തുടങ്ങിയാൽ അന്നത്തെ ദിവസം റാഹത്താവും. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ATM പോയി. ATM പോയിട്ട് കുറച്ച് പൈസ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 300 റിയാൽ ATM നടത്തി. അങ്ങനെ ഇന്നത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യം നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് പോയി. ഒരു 100 റിയാലിന് പെട്രോൾ അടിച്ച് ഏകദേശം ഫുള്ളായി. 524 കിലോമീറ്റർ വരെ ഓടാന്ന് കാണിച്ച്. മദ്രസ ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു റോഡൊക്കെ ഫുള്ള് ക്ലിയറാണ്. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാമും ഭയങ്കര ബ്ലോക്കൊക്കെ ആയിക്കാറട്ടാ. ഈ മോളിൽ കൂടെ പോണത് ഹറമൈൻ റെയിൽവേ ആണ്. ജിദ്ദ സുലൈമാനിയാണ് ഇത് കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം 100 കിലോമീറ്റർ സ്പീഡ് പോണ റോഡാണിത്. പക്ഷേ വർക്കിൻ്റെ ആകുമ്പോൾ ഫുൾ ബ്ലോക്ക് ആയി കാരണം ഒരു 20, 30, 10 സ്പീഡിലൊക്കെ പോകാൻ കഴിയുള്ളൂ. റൈറ്റ് സൈഡിൽ മൊത്തം ട്രക്കുകളാണ്. എന്നാൽ ട്രക്കുകളൊന്ന് കുറവാണ് കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ റൈറ്റ് സൈഡിൽ മൊത്തം ട്രക്കായിരിക്കും. അത് കാണാൻ ഭയങ്കര രസമാണ്. ഈ പോണത് മക്കയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. ഈ റോഡ് നേരെ ചെന്നത്തെ മക്കയിലേക്കാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടാണ്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റൗണ്ട് ബോട്ട്സ് ഉണ്ട് ഇതുപോലെ. അതിലൊക്കെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോലെ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഏകദേശം 7 മണിയാവാനായി. ഒരു 7:15 ആകുമ്പോഴാണ് പെണ്ണ് ഇറങ്ങുള്ളൂ. അതുവരെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന്. അങ്ങനെ ഒരു 7:15 ആയപ്പോൾ പെണ്ണിറങ്ങി. പെണ്ണിട്ട് വീട്ടിലെത്തി. ഒരു 8 മണിയായി. 8 മണിക്ക് വീട്ടിലെത്തി നേരെ ബഗാലയിൽ പോയി. ബഗാലയിൽ പോയിട്ട് നല്ല നേന്ത്രപ്പഴം കണ്ട് നാട്ടിലെ. അപ്പോൾ കിലോ 15 റിയാലാണ്. അപ്പോൾ അതിനൊന്നെടുത്ത് കണ്ട് തൂക്കി നോക്കി. ഏകദേശം 260 ഗ്രാമുണ്ട്. 15 കിലോന് 15 റിയാൽ കിലോനാകുമ്പോൾ 3 റിയാലും 90 ഹലാലും. അതായത് നാട്ടിലെ ഏകദേശം 100 രൂപക്കടുത്തായി ഒരു നേന്ത്രപ്പഴത്തിനാട്ടാ. ഇപ്പോൾ മനസ്സിലായില്ലേ പ്രവാസികൾക്ക് ഇവിടെ ചിലവ് എങ്ങനെയാണ് കൂടുന്നത്. ഒരു പഴത്തിനാണ് 100 രൂപ. തൽക്കാലം ഞാൻ ഭദ്രമായിട്ട് അവിടെ തന്നെ വെച്ച്. പിന്നെ നേരെ പോയത് വണ്ടീൻ്റെ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുള്ള എൻജിൻ ഓയിൽ മാക്സിമം യൂസ് ചെയ്യട്ടോ. വേറൊരു ടിന്നിൽ വരുന്നൊരു എൻജിൻ ഓയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ എൻജിൻ ഓയിൽ ഹോളുണ്ടാക്കി എൻജിൻ ഒഴിച്ചാൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടൂല. കുറേ അതിൽ ബാക്കിയിരിക്കും കേട്ടോ. അങ്ങനെ തലേന്ന് തിന്ന ഫുഡിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഫീലിൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ കഫീലിൻ്റെ ഉപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴാണ് അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. മഴക്കാറായി. എത്ര പെട്ടെന്ന് അറിയാം ഇവിടെ കാലാവസ്ഥ മാറുന്നത്. വണ്ടി പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടില്ല. തൽക്കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഏതെങ്കിലും വണ്ടി എടുത്തു പോയാൽ അവിടെ പാർക്ക് ചെയ്യാമെന്ന് വെച്ച്. അങ്ങനെ ചാറ്റൽ മഴ തുടങ്ങിയ ഉടനെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ സജീവമായിട്ടാണ്. അവർക്കറിയാം മഴ അത്യാവശ്യം വലിയ മഴ പെയ്യുന്നു. വലിയ മഴ പെയ്താൽ ജിദ്ദ മൊത്തം വെള്ളത്തിലാവുമെന്ന് പറയും. അങ്ങനെ ഒരു 10 മിനിറ്റോളം ചാറ്റൽ മഴ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പെരുമഴ. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ മഴ കഴിഞ്ഞു. നമ്മളെ വണ്ടി മൊത്തം ക്ലിയറായിട്ടാണ്.
2-3 ദിവസമായിരുന്നു ഞാൻ വണ്ടി കഴുകിയിട്ട്. മഴ പെയ്തതോടെ വണ്ടി മൊത്തം ചെളിയൊക്കെ പോയി. ഇതാണ് ഞാൻ ഓടിക്കുന്ന ഒരു വണ്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണിത്. 8 സിലിണ്ടർ വണ്ടിയാണ്. ചവിട്ടിയ പോലെ പോകും. അങ്ങനെ മഴ പെയ്ത് റോഡ് മൊത്തം ഉള്ളായത് റൂമിൻ്റെ മുമ്പിലെ അവസ്ഥയാണ്. ഇനി റൂമിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണേണ്ടത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതേനു കേട്ടോ. വണ്ടിയിലിരുന്നപ്പോൾ ഇതിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചിരുന്നത്. റൂം മൊത്തം വെള്ളമാണ്. റൂമിൻ്റെ മുകളിൽ നിന്ന് വീണതല്ല, ഡോറിൻ്റെ അടിയിൽ കൂടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ മഴവെള്ളം ക്ലിയറാണ്, വൃത്തികേടായ വെള്ളമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലിയർ ആക്കണം. ഒരുപാട് മെനക്കെട്ട പണിയാണ്. പിന്നെ വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ മഴ 1-2 ദിവസമൊക്കെ മഴ പെയ്യുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. ഈ വെള്ളം വരുന്നത് ഒരുപാട് ഞാൻ ക്ലിയർ ആക്കിയതാണ്. എന്നാലും ഏതെങ്കിലുമൊക്കെ ഒഴുകി കൂടെ അങ്ങ് വരും. അങ്ങനെ ചെറിയ മുറെടുത്ത് കണ്ട് വെള്ളമൊക്കെ തൂത്ത് വൃത്തിയാക്കൽ തുടങ്ങി. കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ. അങ്ങനെ ഒരു 1/2 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം മുറിയൊക്കെ വൃത്തിയായി. പ്രത്യേകിച്ച് ഞാനിത് പെട്ടെന്ന് വൃത്തിയാക്കിയത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവർ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് നിസ്കരിക്കാനൊന്നും പുറത്ത് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് അതിനും വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കിയത്. പിന്നെ ഒരു ഫർഷ് ഇട്ടിരുന്ന് അതും സർഫും ഒക്കെ ഉപയോഗിച്ചതും വൃത്തിയാക്കി. ഇതിൻ്റെ കളർ നോക്കണ്ട കേട്ടോ. അങ്ങനെ 9:15 വീട്ടിൽ വിരുന്നേരുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അത് കൊണ്ടുവരാൻ വേണ്ടി പോയി. ഏകദേശം 1200 റിയാലിൻ്റെ ഫുഡാണ് കേട്ടത്, ആ 3 പ്ലേറ്റ്. ഇതവർ എനിക്ക് തന്ന ഫുഡാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. 1200 റിയാൽ കൊടുത്താലും അതിനുള്ള മുതലുണ്ട് കേട്ടോ. 1200 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 10-25,000 രൂപയായി. 3 പ്ലേറ്റ് ഫുഡിനാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലുള്ളവർക്ക് വിശ്വാസം വരില്ല, പക്ഷേ സൗദിയിലുള്ളവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ബെഡ്ഷീറ്റ് കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട, അത് ബെഡ്ഷീറ്റല്ല, അത് നിസ്കരിക്കാൻ യൂസ് ചെയ്യണ ഒരു മുസല്ലയാണ്. അത് ഇവർ ഒഴിവാക്കിയപ്പോൾ ഞാനത് കൊടുന്ന് അലക്കി ക്ലിയർ ആക്കി എടുത്തതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതൊക്കെയാണ് ഒരു പ്രവാസി ഓസ്ട്രേലിയയുടെ ഓരോ ദിവസങ്ങളും. ഓക്കെ, താങ്ക് യു.